ഹലോ എവരി വൺ. അപ്പോൾ സിമ്പിൾ സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ അടുത്ത വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം പൈലിനെ കുറിച്ചും പൈൽ ക്യാപ്പിനെ കുറിച്ചുമാണ്. രാവിലെ നമ്മൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ തന്നതിനകത്ത് പറഞ്ഞായിരുന്നു ഫ്രിഡ്ജിൻ്റെ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. അതിന് നമ്മൾ ആദ്യത്തെ രണ്ട് ഭാഗങ്ങളായ പൈലിനെ കുറിച്ചും പൈൽ ക്യാപ്പിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ എപ്പോഴും നമ്മൾ രണ്ട് തരം ഫൗണ്ടേഷൻ ഉണ്ട്, ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡെപ്ത് ഓഫ് ദ ഫൗണ്ടേഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ വിഡ്ത്തിനേക്കാളും കുറവാകുന്ന കേസിലോ അല്ലെങ്കിൽ അതേ സെയിം വിഡ്ത്ത് വരുന്ന കേസിലുമാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് എടുക്കുന്നത്. അതിൽ കൂടുതൽ വരുന്ന കേസുകളിലാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഡീപ്പ് ഫൗണ്ടേഷനിൽ ഒന്നാണ് പൈൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം ഫൗണ്ടേഷൻ നമ്മൾ ഏതൊരു സ്ട്രക്ചറും കൺസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മൾ ഫൗണ്ടേഷൻ ഏതാണെന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പോൾ ബ്രിഡ്ജസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി ആ ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അത്ര ഡെപ്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് അതിനകത്തേക്ക് വരുന്ന ടോട്ടൽ ലോഡ് എത്രയാണെന്ന് നോക്കിയിട്ട് ആ ലോഡിനെ സേഫായിട്ട് താഴത്തോട്ട് കൊണ്ടുവന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് അവിടുത്തെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് നമ്മൾ ആ ബ്രിഡ്ജ് അല്ലെങ്കിൽ ആ സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്ന ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ സോയിൽ എങ്ങനത്തേതാണ്, ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് കാരണം സോയിൽ ഇൻവെസ്റ്റിഗേഷൻ. സോയിൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് മാത്രം നമുക്കൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ ഈ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തിയിട്ടാണ് അവിടുത്തെ ഒരു സോയിലിൻ്റെ സ്ട്രാറ്റ ഏതൊക്കെയാണ്, എത്ര ഡെപ്തിൽ വരെ പോയാലാണ് നമുക്കൊരു ഹാർഡ് സ്ട്രാറ്റ കിട്ടുന്നത്. കാരണം ഒരു ഹാർഡ് സ്ട്രാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഒരു ഹാർഡ് റോക്കൊക്കെ നമുക്ക് കിട്ടിയാൽ മാത്രമേ ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയി ഫൗണ്ടേഷൻ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ മേലിൽ നിന്ന് ഈ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ടോട്ടൽ ലോഡിനെ ഈ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ ഈ പറഞ്ഞ റോക്കിൻ്റെ ലെയറിൽ കൊണ്ടുപോയി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ സ്ട്രക്ചറിനെ സ്റ്റേബിളാക്കി നിർത്തുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് വഴിയാണ് ആ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നതും എത്ര ഡെപ്ത് വരെ പോയാലാണ് നമുക്ക് ഹാർഡ് സ്ട്രാറ്റ കിട്ടുന്നത് എന്നൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അവിടുത്തെ സോയിലിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിച്ച് അവിടെ എത്ര ഡെപ്ത് വരെ നമ്മൾ സ്ട്രക്ചർ കൊടുക്കണം എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡിസൈനിങ്ങിലോട്ട് പോവുള്ളൂ. അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പൈലിൻ്റെ ഡെപ്തൊക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അത് നമ്മൾ എത്ര ഡയമീറ്ററിലുള്ള പൈലാണ് കൊടുക്കുന്നതെന്ന് തീരുമാനിച്ചിട്ട് എത്ര നമ്പർ ഓഫ് പൈൽസ് നമ്മൾ അവിടെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. ഇപ്പോൾ 2 പൈലാണെങ്കിൽ 2 പൈൽ ഗ്രൂപ്പ് എന്ന് പറയും, 4 പൈലാണെങ്കിൽ 4 പൈൽ ഗ്രൂപ്പ്, 3 പൈലാണെങ്കിൽ 3 പൈൽ ഗ്രൂപ്പ്. അങ്ങനെ എത്ര നമ്പർ ഓഫ് പൈൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് പൈലിൻ്റെ ഗ്രൂപ്പ് അവിടെ പറയാൻ പറ്റും. പൈലിൻ്റെ ഡിസൈനിങ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പൈലിൻ്റെ ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് പൈൽ ക്യാപ്പ് ഡിസൈൻ ചെയ്യാൻ പറ്റും. പൈൽ ക്യാപ്പ് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൈൽ ക്യാപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 2 പൈലുകൾ തമ്മിൽ ഉള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 3 ടൈംസ് ഓഫ് ഡയമീറ്റർ ഓഫ് പൈല് അത് എന്തായാലും ഉണ്ടായിരിക്കണം. ഈ 2 പൈലുകൾ തമ്മിൽ 3 ടൈംസ് ഡയമീറ്ററോ എപ്പോഴും ഉണ്ടാകും. ഇതിപ്പോൾ 4 പൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ 3D ഇങ്ങനെ 3D നമ്മൾ പറയണത്. ഇപ്പുറത്ത് അടുത്ത പൈല് വരുവാണെങ്കിൽ ഈ പൈലും ഇവിടുത്തെ പൈലും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കണം, 3 ടൈംസ് ഡയമീറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ 3 ടൈംസ് കൂട്ടി വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ നമുക്ക് പൈൽ ക്യാപ്പിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ 3D എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒരു ഓവർഹാങ് പ്രൊജക്ഷൻ നമുക്കൊരു 100 to 150 mm വരെയൊക്കെ കൊടുക്കാനായിട്ട് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ പൈൽ ക്യാപ്പിൻ്റെ ഡെപ്താണ്. പൈൽ ക്യാപ്പിൻ്റെ ഡെപ്ത് നമ്മൾ കൊടുക്കുന്നത് 1.5 ടൈംസ് ഡയമീറ്റർ ഓഫ് പൈൽ കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പൈൽ ക്യാപ്പിൻ്റെ ഡയമെൻഷൻ കിട്ടും. അങ്ങനെയാണ് പൈലും പൈൽ ക്യാപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ്. പൈലിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഏതൊരു സ്ട്രക്ചറിൻ്റെയും വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓർ ഡെപ്താണ്. പൈലിനെ സംബന്ധിച്ച് സർക്കുലർ ആയതുകൊണ്ട് സർക്കുലർ ഏരിയ നമ്മൾ പൈലിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെപ്ത് എത്രയുണ്ടോ ആ ഡെപ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം കിട്ടും. ഇപ്പോൾ ഡയമീറ്റർ ഡിയും ഹൈറ്റ് എച്ചും ആണെന്നുണ്ടെങ്കിൽ വോളിയം കണ്ടുപിടിക്കുന്നത് ഏരിയ ഇൻറ്റു എച്ച്, അതായത് π/4 × d²
ഇൻറ്റു എച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പൈലിൻ്റെ വോളിയം നമുക്ക് കിട്ടും. അങ്ങനെ എത്ര പൈലുകളുണ്ടോ അതിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ വരുന്ന പൈലിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ പൈൽ ക്യാപ്പ് ഇപ്പോൾ റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ വോളിയം ആകും. ഇനി ഡയമെൻഷൻസിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ സ്ട്രക്ചർ റെക്റ്റാങ്കിൾ അല്ല ട്രയാങ്കിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ ഏരിയ സർഫസ് ഏരിയ ഇൻറ്റു അതിൻ്റെ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയൊക്കെയാണ് ജനറലായിട്ട് നമുക്ക് പൈലിനെ കുറിച്ചും പൈൽ ക്യാപ്പിനെ കുറിച്ചും പറയാനുള്ളത്. ഇനി ഇതിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിൽസും ഇതിൻ്റെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് വേറൊരു സെപ്പറേറ്റ് സെക്ഷൻ വെക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.